അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് ഇനി വെറും 38 ദിവസം മാത്രം അടുത്ത മാസം നടക്കാനായിട്ട് പോകുന്ന ലീഗാണ്. 4 വർഷം കൂടാതെ നടക്കാൻ പോകുന്ന ഈ ടൂർണമെന്റിൽ ഒരു ഹൈപ്പും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ വെന്യൂ ആയിരിക്കും ഇതിന്റെ കൂടുതൽ ഒരു ഹൈപ്പും കൊടുക്കാത്തത്. കാരണം USA അതുപോലെ തന്നെ മെക്സിക്കോ, കാനഡ അവരൊരു കൃത്യമായിട്ടുള്ള ഒരു ആഡ്സോ അല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല. സീസൺ ഇനിയിപ്പോ തുടങ്ങാവുന്ന ആൾക്കാർ കാണട്ടെ, ആ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇതിന്റെ ബ്രോഡ്കാസ്റ്റ് വിറ്റ് പോയിട്ടില്ല. ഇന്ത്യ, നമ്മളെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള നാടായ ഇന്ത്യയിൽ പോലും ബ്രോഡ്കാസ്റ്റ് വിറ്റ് പോയിട്ടില്ല. അപ്പം നേരത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 100 മില്യന് ഫിഫ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ഇന്ത്യയില് പ്രമുഖ ഡിജിറ്റൽ അവകാശികളുടെ കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 35 മില്യൺ ആയാൽ പോലും നിങ്ങൾ എടുത്തോ എന്ന് ഫിഫ തന്നെ പറഞ്ഞു. പക്ഷെ ആരും തയ്യാറായിട്ടില്ലായിരുന്നു. ജിയോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ, റിലയൻസ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 20 മില്യന് നമ്മൾ ഫിഫ വേൾഡ് കപ്പ് ബ്രോഡ്കാസ്റ്റ് ഉള്ളതാണ്. പക്ഷെ അതിലിപ്പോൾ തയ്യാറായിട്ടില്ല. അവര് വിസമ്മതിച്ചു എന്നുള്ളതാണ്. അവർ നോ തന്നെ പറഞ്ഞു. വേൾഡ് കപ്പിൽ സ്ട്രീമിങ് ആ ഒരു ചെറിയ തുകയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അവര് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ദൂരദർശൻ ഇപ്പോൾ ഇന്ത്യയിൽ സ്ട്രീമിംഗ് എടുക്കും എന്നാണ് പറയുന്നത്. അതൊരു ഹൈ റൈറ്റ്സ് കോസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയുന്നു എന്നുള്ളതാണ്. ഇതൊരു ഫ്രീ ആയിട്ട് നമുക്ക് കാണാം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ കൂടുതലും സെമി ഫൈനൽസ് ആൻഡ് ഫൈനൽസ് ലൈക്ക് അവൈലബിൾ അണ്ടർ ദി SPSC ആക്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് സെമി ഫൈനലും ഫൈനലും ദൂരദർശനിൽ കാണാം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ദൂരദർശനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ വരുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ വേറെ ഒരു മാധ്യമങ്ങളും ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ വന്ന അപ്ഡേറ്റ്. ദൂരദർശനെ പോലത്തെ ചാനലെല്ലാം മികച്ച ഡിജിറ്റൽ അവകാശികൾ വന്നേ പറ്റൂ വേൾഡ് കപ്പ് സ്ട്രീമിംഗ് എടുക്കാൻ എന്നുള്ളതാണ്. എന്തായാലും വരട്ടെ എന്ന് തന്നെ പറയാം. സോണി അതുപോലെ തന്നെ റിലയൻസ് ഒക്കെ മുന്നിൽ നിന്ന് ഇത് സ്ട്രീമിംഗ് അവകാശം നേടിയെടുക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിന്റെ IP ഇല്ലെങ്കിൽ പോലും മികച്ച രീതിയിൽ സ്ട്രീമിംഗ് ചെയ്ത് ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഓരോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും പറയാനായിട്ടുള്ളത്.